ആറില്ല. പ്രദേശത്തുള്ളവരൊക്കെ മാറ്റിയോ? മാറ്റി നമ്മൾ ചെല്ലുള്ള മാറ്റി. ഈ സമയത്തൊക്കെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടായി. അല്ല, നമ്മൾ ആ സമയം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്. ആ പെണ്ണിന് മേപ്പാടി പോയതാ. അപ്പോൾ ഭർത്താവ് പെട്ടെന്ന് വലിച്ചെടുത്തപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ ഇപ്പുറത്ത് ആ പാളം കടന്നിട്ട് മൂപ്പർ വലിച്ചെടുത്ത് കൊണ്ടാണ് മൂപ്പർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവർ പോയിട്ടുണ്ടാവും. അത് കറക്റ്റ് കാണുന്നില്ല അവർ. അല്ല, ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. ഞാൻ ചായ കുടിച്ചിട്ട് പോയിട്ട് ഞാൻ ആ പെണ്ണിട്ട് സംസാരിച്ചിട്ട് വരുമ്പോൾ ആ സമയം നടന്നു. ഞാൻ വീട്ടിൽ പോയി മുകളിൽ. അപ്പോൾ ഓർത്തും കരഞ്ഞു വന്നു. അന്നാണ് നമ്മൾ പാലരാജ് കൂടമൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യക്കാർ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും മുകളിൽ പോയിക്കോളി, താഴെ പോകണ്ട, നമ്മളിവിടെ നിൽക്കണ്ട, അവിടെ ഒക്കെ മണ്ണ് കണ്ടമാനം കൂട്ടിയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആരും നിൽക്കണ്ട, നമുക്ക് ആദ്യം അവിടെ പോവാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് ഞങ്ങൾ ഇസ്റ്റേൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ മേനർ എല്ലാവരും കൊണ്ട് വിളിച്ചിട്ട് അങ്ങനെ എടുത്തു. ആദ്യം തന്നെ ചെയ്തത് മണ്ണിടിയുന്ന സ്ഥലത്ത് നിന്ന് നേരെ മുകളിലോട്ട്, താഴെ നിൽക്കേണ്ട, മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞ് തൊഴിലാളികളെല്ലാം മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് അവിടെ ഇനി നിൽക്കേണ്ട, കാരണം ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ട് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള, അതായത് ഈ ചൂരൽമല പ്രദേശത്തും ഒപ്പം തന്നെ കള്ളാടി തുരങ്കപാത വരുന്ന പ്രദേശത്തും എല്ലാം തന്നെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമുക്കറിയാം, ചൂരൽമലയിൽ ദുരന്തമുണ്ടായിരുന്ന സമയത്ത് ഇതേപോലെയായിരുന്നു, വലിയ മഴയുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ മുൻകൂർ നടപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് തുറന്നിട്ടുള്ളത്. അത് ഇവിടെ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലും ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകളെ മാത്രം താമസിപ്പിച്ചിരിക്കുകയാണ്. മേപ്പാടി പോളിടെക്നിക്കിലേക്കാണ് ആളുകളെ മാറ്റിയിരിക്കുന്നത്. അവർക്ക് അതിനുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടെ ഈ ക്യാമ്പിലുണ്ടാവും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെ ഈ ക്യാമ്പ്, ഈ മഴ തീരുന്നത് വരെ തന്നെ ഈ ക്യാമ്പ് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു തീരുമാനം.